ഹായ് ഹലോ വെൽക്കം ടു PSC ട്രിക്സ് വിത്ത് അമ്മു. അപ്പോൾ ഇന്ന് നമ്മൾ SCRT എന്നുള്ള ഒരു 10 ക്വസ്റ്റ്യൻസ്, ഭൗതിക ശാസ്ത്രത്തിൽ നിന്നുള്ള ഒരു 10 ക്വസ്റ്റ്യൻസ് നമ്മൾ വേഗത്തിലൊന്ന് നോക്കാൻ പോവാണ് കേട്ടോ. ഈ 10 ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻ്റ് ഏരിയ എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ തെറ്റായത് ഏത്? വിവിധ മാധ്യമങ്ങളിൽ പ്രകാശവേഗം വ്യത്യാസപ്പെടാൻ കാരണം മാധ്യമങ്ങളുടെ പ്രകാശിക സാന്ദ്രതയിലുള്ള വ്യത്യാസമാണ്. പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ പ്രകാശത്തിൻ്റെ വേഗം കുറവാണ്. പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ പ്രകാശവേഗം കുറവാണ്. പ്രകാശിക സാന്ദ്രതയ്ക്ക് പദാർത്ഥ സാന്ദ്രതയുമായിട്ട് ബന്ധമില്ല. ഇതിൽ തെറ്റായതാണ് ചോദിച്ചിരിക്കുന്നത്. തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി 3 മാത്രമാണ് ഇവിടെ തെറ്റായിട്ടുള്ളത്. പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ പ്രകാശവേഗം എന്തായിരിക്കും? കൂടുതലായിരിക്കും. പഠിച്ചു വെക്കണേ, കൂടുതലായിരിക്കും. പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ പ്രകാശത്തിൻ്റെ വേഗം എന്തായിരിക്കും? കുറവായിരിക്കും. പ്രകാശിക സാന്ദ്രത കുറഞ്ഞാൽ അവിടെ മാധ്യമത്തിൽ പ്രകാശവേഗം എന്തായിരിക്കും? കൂടുതലായിരിക്കും. സാന്ദ്രത കുറഞ്ഞാൽ പ്രകാശവേഗം കൂടുതലായിരിക്കും. ഓർത്തിരിക്കണേ, ഇത് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലൊക്കെ വരാവുന്നതാണ്. അതേപോലെ നമുക്ക് ഈ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. പ്രതീക്ഷിക്കാവുന്നതല്ല, ഒരുപാട് മുന്നേ ചോദിച്ചിട്ടുള്ളതാണ്. ഒരു 4 മാധ്യമം കൊടുത്തിട്ട് അത് പ്രകാശിക സാന്ദ്രത കൂടി വരുന്ന രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഏതാണ് ശരിയെന്ന് ചോദിച്ചിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. വായു മാധ്യമങ്ങൾ ഞാൻ തരാം, വജ്രം, അതുപോലെ തന്നെ ഗ്ലാസ്, ജലം. ഇത് പ്രകാശിക സാന്ദ്രത കൂടി വരുന്ന രീതിയിൽ ക്രമീകരിക്കാനാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. അതായത് എങ്ങനെ വേണം? പ്രകാശിക സാന്ദ്രത കൂടി വരുന്ന രീതിയിൽ എന്ന് പറയുമ്പോൾ എൻഡിലേക്ക് എന്തായിരിക്കണം? അവിടെ പ്രകാശവേഗം കുറവുള്ള മാധ്യമമായിരിക്കണം എൻഡിൽ വരേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? ആദ്യം പ്രകാശിക വേഗം കൂടിയതായിരിക്കണം വരേണ്ടത്. നമ്മൾ പഠിച്ചല്ലോ ഇപ്പോൾ തന്നെ. പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ എന്തായിരിക്കും? പ്രകാശത്തിൻ്റെ വേഗം കുറവായിരിക്കും. അപ്പോൾ പ്രകാശിക സാന്ദ്രത ഏറ്റവും കൂടിയ മാധ്യമം എൻഡ് വരണം. അവിടെ പ്രകാശത്തിൻ്റെ വേഗം കുറവായിരിക്കും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ. എഴുതട്ടെ ഞാൻ ശരിയായിട്ടുള്ളത്. വായു, അത് കഴിഞ്ഞാൽ ജലം, അത് കഴിഞ്ഞാൽ ഗ്ലാസ്, പിന്നീടാണ് എന്ത് വരിക? വജ്രം. വജ്രത്തിൽ എന്താണ്? പ്രകാശിക വേഗത കുറവാണ്. ഇവിടെ എങ്ങനെയാണ്? പ്രകാശിക സാന്ദ്രത കൂടി വരുന്ന രീതിയിലാണ് അല്ലേ? പ്രകാശിക സാന്ദ്രത കൂടുന്തോറും എന്താണ് അവിടെ? പ്രകാശവേഗം കുറവ്. അപ്പോൾ ഇതിൽ പ്രകാശിക വേഗത ഏറ്റവും കുറവുള്ള മാധ്യമം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? വജ്രമാണ്. പ്രകാശിക വേഗം ഏറ്റവും കൂടുതലുള്ളത് വായുവിലാണ്. എന്നാൽ പ്രകാശിക സാന്ദ്രത ഏറ്റവും കൂടുതലുള്ളത് എവിടെയാണ്? അത് വജ്രത്തിലാണ്. പ്രകാശിക സാന്ദ്രത ഏറ്റവും കുറവ് എവിടെയായിരിക്കും? വായുവിലായിരിക്കും. സെറ്റല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു വസ്തുവിന് യൂണിറ്റ് സമയത്തിലുണ്ടാകുന്ന സ്ഥാനാന്തരം എന്താണ്? ഓപ്ഷൻ സി പ്രവേഗമാണ്. ഒരു വസ്തുവിന് യൂണിറ്റ് സമയത്തിലുണ്ടാകുന്ന സ്ഥാനാന്തരത്തിന് എന്ത് വിളിക്കുന്നു? പ്രവേഗം. ജിയുടെ മൂല്യം ഏറ്റവും കൂടുതൽ എവിടെയാണ്? ഭൂമധ്യരേഖാ പ്രദേശത്ത്, ധ്രുവപ്രദേശത്ത്, ഭൂകേന്ദ്രത്തിൽ, എല്ലായിടത്തും ഒരുപോലെ. എവിടെയാണ് ഏറ്റവും കൂടുതൽ? ഓപ്ഷൻ ബി ധ്രുവപ്രദേശത്താണ് ജിയുടെ മൂല്യം ഏറ്റവും കൂടുതൽ കേട്ടോ. അതൊന്ന് അറിഞ്ഞിരിക്കുക. 9.83 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് കേട്ടോ. 9.83 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ധ്രുവപ്രദേശത്തെ ജിയുടെ മൂല്യം എന്ന് പറയുന്നത്. ഭൂമധ്യരേഖാ പ്രദേശത്തോ 9.78 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് കേട്ടോ. 9.78 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ഭൂമധ്യരേഖാ പ്രദേശത്തുള്ള ജിയുടെ മൂല്യം എന്ന് പറയുന്നത്. ധ്രുവപ്രദേശത്താണെങ്കിൽ 9.83 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ജിയുടെ മൂല്യം. ഭൂകേന്ദ്രത്തിലോ ജിയുടെ മൂല്യം 0 ആയിരിക്കും കേട്ടോ. അറിഞ്ഞിരിക്കുക. 1 കിലോ വാട്ട് ന്യൂട്ടൺ എത്രയാണ്? 1 കിലോ വാട്ട് ന്യൂട്ടൺ എന്ന് പറയുന്നത് എത്രയാണ്? ഓപ്ഷൻ ബി 9.8 ന്യൂട്ടൺ ആണ് 1 കിലോ വാട്ട് ന്യൂട്ടൺ എന്ന് പറയുന്നത് കേട്ടോ. എത്രയാണ്? 9.8 ന്യൂട്ടൺ. വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണേ. താഴെ തന്നിരിക്കുന്ന ജോഡിയിൽ തെറ്റായത് ഏത്? പ്ലം പുഡിംഗ് മോഡൽ, ജെ തോംസൺ, സൗരയൂഥ മാതൃക, റൂദർഫോർഡ്, കനാൽ രശ്മികൾ, ഗോൾഡ്സ്റ്റെയിന്, ന്യൂട്രോൺ, ജെ തോംസൺ. ഓപ്ഷൻ ഡി ആണ് ന്യൂട്രോൺ. ജെ തോംസൺ അല്ല. ന്യൂട്രോൺ ആരാണ്? ജെയിംസ് ചാഡ്വിക് ആണ് അല്ലേ? ജെയിംസ് ചാഡ്വിക് ആണ് എന്ത് കണ്ടുപിടിച്ചത്? ന്യൂട്രോൺ കണ്ടുപിടിച്ചത്. ആധുനിക പീരിയോഡിക് നിയമം ആവിഷ്കരിച്ചത് ഓപ്ഷൻ എ ഹെൻറി മോസ്ലി ആണ് കേട്ടോ. എന്തിൻ്റെ ബേസിലാണ്?
ആറ്റോമിക നമ്പറിൻ്റെ ബേസിലാണ് കേട്ടോ പഠിച്ചിരിക്കണേ. ആറ്റോമിക് നമ്പറിൻ്റെ ബേസിലാണ് ഹെൻറി മോസ്ലി നമ്മുടെ മൂലകങ്ങളെ വർഗീകരിച്ചിട്ടുണ്ടായിരുന്നത്. മെൻഡലിയേവോ ആറ്റോമിക് മാസിൻ്റെ ബേസിലാണ് കേട്ടോ. ആറ്റോമിക് മാസിൻ്റെ ബേസിലാണ്. ഇത് മറന്നു പോകരുത്, ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്, ഒരുപാട് പേർക്ക് മാറിപ്പോകുന്നതുമാണ്. ഹെൻറി മോസ്ലിയാണ് ആധുനിക പീരിയോഡിക് നിയമം ആവിഷ്കരിച്ചത്. ആറ്റോമിക് നമ്പറിൻ്റെ ബേസിലാണ്. മെൻഡലീവ് എന്താണ് ആറ്റോമിക് മാസിൻ്റെ ബേസിലാണ് മൂലകങ്ങളെ പീരിയോഡിക് നിയമത്തിൽ വർഗീകരിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു ലോഹപ്പൊടിയുടെയും മറ്റൊരു ലോഹ ഓക്സൈഡിൻ്റെയും പൈറോടെക്നിക് മിശ്രിതം ഏത്? ഒരു ലോഹപ്പൊടിയുടെയും മറ്റൊരു ലോഹ ഓക്സൈഡിൻ്റെയും പൈറോടെക്നിക് മിശ്രിതം ഏത്? ഓപ്ഷൻ ബി തെർമൈറ്റ് ആണ് കേട്ടോ. തെർമൈറ്റ് ആണ് ഒരു ലോഹപ്പൊടിയുടെയും മറ്റൊരു ലോഹ ഓക്സൈഡിൻ്റെയും പൈറോടെക്നിക് മിശ്രിതം എന്ന് പറയുന്നത്. നമ്മുടെ 9th ഫിസിക്സ് SCRTയിലും കെമിസ്ട്രിയിലും SCRTയിലും ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഇതെല്ലാം കൊടുത്തിരിക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അസാധാരണ ലയത്വത്തിന് ഉദാഹരണമായിട്ട് എടുക്കാവുന്നത് ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ അസാധാരണ ലയത്വത്തിന് ഉദാഹരണമായി എടുക്കാവുന്നത് ഏത്? ഓപ്ഷൻ എ ഗ്ലോബൽ സാൾട്ട് ആണ് കേട്ടോ അസാധാരണ ലയത്വത്തിന് ഉദാഹരണമായിട്ട് എടുക്കാവുന്നത്. ഇതിൽ കൊടുത്തിട്ടുള്ളതിൽ അതിൻ്റെ രാസസൂത്രം കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. Na2SO4 10H2O. ഇതാണ് അതിൻ്റെ രാസസൂത്രം എന്ന് പറയുന്നത് കേട്ടോ. ഗ്ലോബൽ സാൾട്ടിൻ്റെ രാസസൂത്രമാണ് Na2SO4 10H2O. Na2SO4 10H2O ആണ് ഗ്ലോബൽ സാൾട്ടിൻ്റെ രാസസൂത്രം എന്ന് പറയുന്നത്. താഴെ കൊടുത്തിട്ടുള്ളതിൽ ശരിയായിട്ടുള്ള ജോഡി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നീളം മീറ്റർ, താപനില സെൽഷ്യസ്, പ്രകാശ തീവ്രത കാൻഡല, സമയം സെക്കൻഡ്. ഇതിലേതാണ് ശരിയായിട്ടുള്ള ജോഡി? ഇതിലെല്ലാം ശരിയാണ്. ചോദ്യം വരുന്നത് തെറ്റായ ജോഡി ഏതെന്നാണ് കേട്ടോ. തെറ്റായ ജോഡി ഏതെന്നാണ് താഴെ കൊടുത്തിട്ടുള്ളതിൽ തെറ്റായ ജോഡി ഏതാണ്? താപനിലയുടെ അടിസ്ഥാന യൂണിറ്റ് സെൽഷ്യസ് അല്ല. ഏതാണ്? കെൽവിൻ ആണ് അല്ലേ. താപനിലയുടെ അടിസ്ഥാന യൂണിറ്റ് ഏതാണ്? കെൽവിൻ ആണ്, സെൽഷ്യസ് അല്ല. നീളത്തിൻ്റെ മീറ്റർ ആണ്, പ്രകാശ തീവ്രതയുടെ കാൻഡലയാണ്, സമയത്തിൻ്റെത് സെക്കൻഡ് ആണ്. താപനിലയുടെ അടിസ്ഥാന യൂണിറ്റ് കെൽവിൻ ആണ്. നിരങ്ങൽ ഘർഷണം ഉരുളൽ ഘർഷണത്തേക്കാൾ ഡാഷ് എന്താണ്? ഓപ്ഷൻ ബി കൂടുതലായിരിക്കും. നിരങ്ങൽ ഘർഷണം ഉരുളൽ ഘർഷണത്തേക്കാൾ എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഇത് ഒരു തവണ റിപ്പീറ്റ് ആയിട്ട് വന്നുകൊണ്ടിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. ഈ ഘർഷണം എന്നുള്ള ഭാഗത്തിൽ നിന്ന് നിരങ്ങൽ ഘർഷണം ഉരുളൽ ഘർഷണത്തേക്കാൾ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പ്രിലിംസിനൊക്കെ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്തായിരിക്കും? കൂടുതലായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ 10 ക്വസ്റ്റ്യൻസും കിട്ടിയിട്ടുണ്ടാവും തന്നെ വിചാരിക്കുന്നു കേട്ടോ. കാരണം നമ്മൾ SCRT ഒക്കെ ഏകദേശം തീർന്നവരായിരിക്കും, അത്യാവശ്യം നന്നായിട്ട് പഠിച്ചവരായിരിക്കും. അപ്പോൾ ഇതിന്നുള്ള 10 ക്വസ്റ്റ്യൻസും കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു ക്ലാസ്സിൽ കാണാവേ. താങ്ക്